ഇസ്രയേലിൽ മിസൈൽ ആക്രമണം. മിസൈലുകൾ യമനിൽ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് ഇസ്രയേൽ സേനയാണ് അറിയിച്ചത്. പിന്നാലെ തെക്കൻ ഇസ്രയേലിൽ അപകട സൈറണുകൾ മുഴക്കിയിട്ടുണ്ട്. രണ്ടാഴ്ച മുമ്പ് യമനിലെ പ്രധാന ഇടങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാനിലേക്ക് ആയുധങ്ങൾ കടത്താനായി യമനിലെ ഹൂതികൾ സഹായങ്ങൾ ചെയ്യുന്നുവെന്നും അത് തടയാനാണ് എയർപോർട്ടിലടക്കം ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇസ്രയേൽ അന്ന് പറഞ്ഞിരുന്നത്. അതേസമയം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ പൗരന്മാരെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനായി ജൂൺ 18 ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കീഴിൽ ഇതുവരെ 4400-ലധികം ഇന്ത്യൻ പൗരന്മാരെ ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 19 പ്രത്യേക വിമാനങ്ങളിലാണ് ഇവരെ ഒഴിപ്പിച്ചത്. ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ച 173 ഇന്ത്യക്കാരുടെ ഒരു പുതിയ വിമാനം വ്യാഴാഴ്ച രാത്രി അർമേനിയൻ തലസ്ഥാനമായ യെരേവാനിൽ നിന്നുള്ള വിമാനത്തിൽ ഡൽഹിയിലെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം എക്സിലെ ഒരു പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചതിന് ശേഷം ഇറാനിൽ നിന്ന് 14 വിമാനങ്ങളിലായി ഇതുവരെ 3400-ലധികം ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിച്ചിട്ടുണ്ട്.